അസ്ലമോയമാണ് നവകരണം ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് എന്നറിയപ്പെടുന്ന മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണ്. മുഴപ്പിലങ്ങാടിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന മനോഹരമായ വാക്ക് വേ, അതിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ, ഇരിപ്പിടങ്ങൾ, അതുപോലെ തന്നെ കിയോസ്ക്, ടോയ്ലറ്റ്, അതിസുന്ദരമായിട്ട് നമുക്ക് ഈ വാക്ക് വേയിൽ കൂടി നടന്നു പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. ഏകദേശം 233 കോടി രൂപയുടെ പദ്ധതിയാണ് മുഴപ്പിലങ്ങാട് ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൽ തന്നെ പല രീതിയിൽ മുഴപ്പിലങ്ങാട് തെക്ക് വശം, അതുപോലെ തന്നെ വടക്ക് വശം, അതുപോലെ തന്നെ ധർമ്മടം തുരുത്ത്, അതുപോലെ തന്നെ ധർമ്മടം ദ്വീപ്, ഇങ്ങനെ അടക്കമുള്ളതാണ് ആ പദ്ധതി. അതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏകദേശം 70 കോടിയോളം രൂപ ഉപയോഗിച്ചിട്ടാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മനോഹരമായ വാക്ക് വേ ഒക്കെ ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്, കടൽ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബീച്ചിൽ കൂടി നമ്മുടെ വണ്ടിയുമായി വാഹനവുമായി ഓടിക്കാൻ പറ്റുമെന്നതാണ്. വൈകുന്നേര സമയങ്ങളിൽ അസ്തമയ സൂര്യൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ ഒരു 1.5 കിലോമീറ്റർ ഇങ്ങനെ ഒരു വാക്ക് വേയിൽ കൂടി നടക്കുക. ചുറ്റും കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം. നമ്മൾ സ്വാഭാവികമായിട്ടൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഇതിലേക്ക് പോകാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാനും ഒരു ഫ്രീ ആയിട്ട് റൈഡും കാര്യങ്ങളുണ്ട്. കൂട്ടണാ വേണ ഇനി വേണ ഇനി വേണ നിങ്ങൾ ബീച്ചിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, ഇല്ല, ഞാൻ സെക്കൻഡ് ടൈമാണ്. ചെയ്ത ശേഷം ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയുണ്ട്? ഉഷാറായിട്ടുണ്ടല്ലേ? സന്തോഷം. ഇതിൽ നമ്മൾ ഈ ഒരു വാക്ക് വേയിൽ എന്തൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മൾ മന്യദേശത്ത് തന്നെ വിദേശത്തൊക്കെ നമ്മൾ പോകുമ്പോൾ, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടാവും, നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്നൊരു ധാരണ. അതേപോലെ നമുക്ക് അങ്ങോട്ടേക്ക് ഇരിപ്പിടങ്ങളാണ്, ഭക്ഷണശാലകളുണ്ട്, കുട്ടികളുടെ കളിയിടമുണ്ട്. അത് അടിപൊളി ഒരു ബോർഡ്, നെയിം ബോർഡ് പോലെ നമുക്ക് കാണാൻ പറ്റും. സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 4 മണിക്ക് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ നടപ്പാതയിലേക്ക് ഒരുപാട് മനുഷ്യന്മാർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സുന്ദരമായ ഒരു പാത തന്നെ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ? അതിന് 2 സൈഡിൽ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകൾ. ഏകദേശം 1.5 കിലോമീറ്ററോളം നമ്മൾ നീണ്ടു നിൽക്കുന്ന നടപ്പാതയാണ്. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല, ഫോഗൊക്കെ മൂടിയിരിക്കുകയാണ്. അതിൻ്റെ 2 സൈഡിലും നമുക്ക് കാണാൻ പറ്റും അതിസുന്ദരമായിട്ടുള്ള പുൽമൈതാനങ്ങൾ, അതുപോലെ തന്നെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട്, ഇടയ്ക്കിടയ്ക്കായിട്ട് ചെടികളുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റൊക്കെ നമ്മുടെ രാത്രി ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള സമയത്തൊന്ന് നിങ്ങളത് ഫീൽ ചെയ്തൊക്കെ രാത്രി വന്ന് ഇരിക്കുന്നത് പോലും ഭയങ്കര രസമായിരിക്കും. കുട്ടികളുമായിട്ടും അതുപോലെ തന്നെ പ്രായമുള്ളവരാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെയെങ്കിലും നമുക്ക് കൈപിടിച്ച് നടക്കാനും, അതുപോലെ തന്നെ ഈ നടപ്പാതയുടെ സുന്ദരമായ ഭംഗി ആസ്വദിച്ചും കടലിൻ്റെ ഓളങ്ങളും അതുപോലെ തന്നെ തിരമാലകളുടെ ശബ്ദവും മനോഹരമായ പാറക്കെട്ടുകളും അതുപോലെ തന്നെ ധർമ്മടം തുരുത്തുമൊക്കെ നമുക്ക് ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ കാഴ്ചകളിലേക്ക് പോവാം. ഞങ്ങൾ ഫ്രണ്ട്സാണ് കേട്ടോ. ഇങ്ങനെ അടിപൊളി ശില്പങ്ങളുണ്ട് ഇവിടെ. സൈഡിലൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടാക്കിയ ഒരുപാട് ശില്പങ്ങൾ. 2 പേരിങ്ങനെ ഇരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അങ്ങനെ ഒരുപാട് ശില്പങ്ങളുടെ ഒരു കലവറയും കൂടി നമുക്കൊരു സൈഡിൽ കാണാൻ പറ്റും. കടൽ തീരത്ത് വന്നിട്ട് ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ നോക്കുന്നത് പോലും ഭയങ്കര രസമാണ്. ഓരോ തിരക്കും നമ്മോട് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും അല്ലേ? മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ബീച്ചാണ്. ഏകദേശം 4 കിലോമീറ്ററാണ് ആ ബീച്ച് ഇങ്ങനെ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വരാൻ പറ്റിയ സമയം ഡ്രൈവിംഗ് ബീച്ചും അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന സമയം വെച്ചാൽ ഒക്ടോബർ മുതൽ മെയ് വരെയാണ്. ആ സമയത്ത് ഏകദേശം 22-23 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടും അതുപോലെ തന്നെ കടലിൽ അങ്ങനെ അത്ര പ്രക്ഷുബ്ധമാവുകയും ചെയ്യില്ല. ജൂൺ ജൂലൈ ആഗസ്റ്റ് സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിസുന്ദരമായ മഴ നനഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മഴയുള്ള മനോഹരമായ ബീച്ച് കാണാൻ പറ്റും. ഈ ബീച്ച് മറ്റുള്ളതിൽ നിന്ന് വേറെ വ്യത്യസ്തമാകുന്നത് നേരത്തെ പറഞ്ഞ ധർമ്മടം തുരുത്ത്, അതുപോലെ തന്നെ ഈ വാക്ക് വേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. പ്രാദേശികവാസികളെ സംബന്ധിച്ചിടത്തോളം അല്ല, മറ്റു ഒരുപാട് പുറത്തുനിന്ന് ആളുകളൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മുഴപ്പിലങ്ങാട് ബീച്ച് മാറുകയാണ്.
ഇതിൻ്റെ പദ്ധതികൾ ഏകദേശം 1ാം ഘട്ടം കഴിഞ്ഞു. ഇനി മറ്റുള്ള ഘട്ടങ്ങളും കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ടൂറിസത്തിൻ്റെ സാധ്യതകൾ, പാരാഗ്ലൈഡിങ്ങും പാരാസെയിലിങ്ങും അങ്ങനെ ഒരുപാട് സാധ്യതകളും മറ്റുമൊക്കെ ഇവിടെ വരികയാണ്. സ്പീഡ് ബോട്ട് ആണെങ്കിലും കയാക്കിംഗ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ബന്ധപ്പെട്ടുള്ള നടക്കാൻ പോവാണ്. ഇപ്പം നമുക്കറിയാം ഈ തീരത്തോട് സംബന്ധിച്ച് അല്ലെങ്കിൽ കടൽ തീരത്തോട് സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് പോർച്ചുഗീസിൻ്റെയും പേർഷ്യയുടെയും അതുപോലെ തന്നെ അറബിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള അധിനിവേശവും അതുപോലെ തന്നെ അവരുടെയൊക്കെ ഒരു കോട്ടകളും മറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് വൈവിധ്യങ്ങളും ഒക്കെ ഉള്ള കഥകളുള്ള സ്ഥലമാണ് ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളും. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും, സുരക്ഷിതമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നടപ്പാതയും കൂടി വന്നപ്പോൾ സുന്ദരമായിട്ട് നമ്മൾ എവിടെയും കാണാത്തൊരു മനോഹരമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ തന്നെയുള്ള കാഴ്ചകളൊക്കെ ഒരുക്കിക്കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തിരകളിങ്ങനെ അടിച്ചു വന്ന് നമ്മോട് ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കാഴ്ചകളിലേക്ക് നമുക്കിങ്ങനെ പോയിക്കാം. നമ്മൾ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വാക്ക്വേയിലൂടെ നടന്നു വരുമ്പോൾ കുറച്ച് അമ്മമാരിങ്ങനെ ഒരുപാട് പണിസാധനങ്ങളായിട്ട് ഇങ്ങോട്ട് പോകാമെന്ന് ഞാൻ നോക്കുമ്പോൾ ഇവർ DTPCൻ്റെയും അതുപോലെ തന്നെ കുടുംബശ്രീൻ്റെയും ഒരുമിച്ചുള്ള ഒരു പദ്ധതി, ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഇതൊരു 16 പേരാണ്, 8 പേര് ഇങ്ങോട്ട് 8 പേര് അങ്ങോട്ടായിട്ട് കൃത്യമായിട്ട് എല്ലാ വേസ്റ്റുകളും അതുപോലെ തന്നെ നമ്മൾ നോക്കി ഇവിടെ നടക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എവിടെയും നമ്മൾ അങ്ങനെ ചപ്പ് ചവറുകളോ സഞ്ചികളോ നിങ്ങൾ ക്ലീൻ ചെയ്തതാണ്. അതെ, അപ്പോൾ എല്ലാവരോടും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് ബീച്ച് ഹോസ്റ്റേഴ്സ്. അപ്പോൾ അമ്മമാരെ സന്തോഷം കണ്ടതിൽ, നല്ല പ്രവർത്തനം അല്ലേ. അപ്പോൾ കാണാം, ബൈ ബൈ. ഇതൊരു സാധാ ഇരിപ്പിടല്ല കേട്ടോ. 2 ഭാഗത്തും നല്ല മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് അതിൽ കൂടി ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടങ്ങൾ, അത് നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും വളരെ എക്വിപ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് മനുഷ്യന്മാർ നമുക്കിപ്പം ഒത്തിരി നടക്കാനുണ്ട്. സ്വാഭാവികമായിട്ട് നടന്നു വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ചുമ്മാ വന്നിരിക്കാം. ഇനി കപ്പിൾസായിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. മനോഹരമായ ഫ്രെയിമുകളുണ്ട്, അതുപോലെ തന്നെ നല്ല വാഷ്റൂം സൗകര്യങ്ങൾ, നെയിം ബോർഡുകൾ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ കാണുന്നത് പോലെയുള്ള ബീച്ചിലുണ്ടാകുന്ന ഒരുപാട് സാധ്യതകളും ഒരുപാട് പദ്ധതികളും ഒക്കെയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യമുള്ളൂ, നമ്മുടെ വ്യക്തിബോധം, നമ്മുടെ ഉത്തരവാദിത്ത ബോധമായിരിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളെയും നന്നാക്കുന്നതും മോശമാക്കുന്നതും. ഇങ്ങനെ ഒരുപാട് ഫൗണ്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ലൈറ്റ് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വരുമ്പം ഇത് ഭയങ്കര രസമായിരിക്കും രാത്രി. ഈ നടപ്പാത എന്ന് പറഞ്ഞാൽ ചെറിയ നടപ്പാതയല്ല, നല്ല വീതിയുണ്ട്. ആ വീതിയുള്ള നടപ്പാതയിൽ കൂടി നമുക്ക് പോകാൻ പറ്റും. അതിൽ തന്നെ അടിപൊളി സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ബീച്ചിൻ്റെ ഒരു ഭാഗം. ഇത് 4 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ്. ഇപ്പോൾ നമുക്കിവിടെ വണ്ടിയൊന്നും കാണുന്നില്ല. നമുക്കറിയാം ജൂൺ ജൂലൈ സമയത്തൊക്കെയാണ് ദുരന്ത നിവാരണ സമിതിയുടെ കൃത്യമായിട്ടുള്ള അലേർട്ടും കാര്യങ്ങളുണ്ട്, ഓറഞ്ചും യെല്ലോവും ഗ്രീനൊക്കെ. അപ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള അലേർട്ടുകളും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സമയം എന്നുള്ളത് ഒക്ടോബർ മുതൽ മെയ് വരെയാണ്. ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ സമയങ്ങളിൽ സെപ്റ്റംബർ വരെയൊക്കെ മഴക്കാലമാണ്. സ്വാഭാവികമായിട്ടും കടൽ പ്രക്ഷുബ്ധമാകും. സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അന്നുണ്ടായ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുമ്പ് കൃത്യമായിട്ട് ആളുകൾ പോയ ഈ ഡ്രൈവിംഗ് ബീച്ചിലൂടെ പോയ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് നേരെ ധർമ്മടം ബീച്ചിലേക്ക് അല്ലെങ്കിൽ ധർമ്മടം തുരുത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു വാക്ക് വേ തന്നെ നമുക്ക് ധർമ്മടം തുരുത്ത് കാണാൻ പറ്റും. ഇവിടെ ഒരു ബീച്ചിൻ്റെ അടുത്തൊരു പാർക്കും അതുപോലനുബന്ധിച്ചിട്ടുള്ള തുരുത്തുമാണുള്ളത്. തുരുത്ത് ഏകദേശം 6 ഏക്കറോളം തുരുത്താണ്. നമുക്ക് അവിടേക്കുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്.
വൈകുന്നേരങ്ങളാണ് ഏറ്റവും ഭംഗിയുള്ളത് ബീച്ചിലിരിക്കുമ്പോൾ. ഏറ്റവും സുന്ദരമായ സ്ഥലത്താണ് നമ്മളുള്ളത്, ധർമ്മടം ബീച്ചിൻ്റെ അടുത്ത്. അതിൻ്റെ പിറകിൽ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് ധർമ്മടം തുരുത്ത്. ഏകദേശം 6 ഏക്കറോളമുള്ള ഒരു തുരുത്ത്. ആ തുരുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെങ്ങിൻ തോപ്പുകളും വ്യത്യസ്ത ചെടികളും സസ്യങ്ങളും ഒക്കെയുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. ദേശാടന പക്ഷികളൊക്കെ അങ്ങോട്ട് വരാറുണ്ട്. വേലിയിറക്കം സമയത്ത് നമുക്ക് നടന്നുകൊണ്ട് ഒരു തുരുത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. മുഴപ്പിലം കടന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ഇത് ഏകദേശം 5-6 കിലോമീറ്റർ, 10 മിനിറ്റ് നമ്മൾ യാത്ര കഴിഞ്ഞാൽ ഈ ധർമ്മടം ബീച്ചിലും ധർമ്മടം തുരുത്തിലെത്താൻ പറ്റും. ആ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ വന്നു കഴിഞ്ഞാൽ മനോഹരമായ ബീച്ചും ടൂറിസത്തിൻ്റെ സാധ്യതകൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് റിവർ ക്രൂസ് പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, കടലിൻ്റെ തീരത്ത് വരുന്ന ഒരുപാട് ടൂറിസം പദ്ധതികൾ, അങ്ങനെ യാത്രയെയും അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുകയും ടൂറിസത്തിന് വലിയ സാധ്യതകൾ കൊണ്ടുവരികയും ചെയ്യുകയാണ് നമ്മുടെ സർക്കാരും മറ്റുള്ള ചെയ്യുന്നത്. മലബാറിലെ ടൂറിസം മേഖലകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മലബാറിലെ പുഴകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള റിവർ ക്രൂസ് പദ്ധതിയുടെ ഭാഗമായിട്ട്, റിവർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളത്. ഇവിടെ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യകളും വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളും നമുക്ക് രുചിക്കാൻ പറ്റും. അത് ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ പ്രാദേശികപരമായിട്ടുള്ള ഊന്നൽ നൽകിക്കൊണ്ട് അവർക്ക് റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത്. നമുക്കറിയാം, നമ്മൾ തായ്ലാൻഡിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് ടൂറിസം, ഫ്ലോട്ടിംഗ് ബീച്ചുകളും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും നമ്മൾ ഒരുപാട് കാണാൻ പറ്റും. അത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ മനോഹരമായ പുഴകളുണ്ട്, നദികളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രകൃതിക്ക് ദോഷം തരാത്ത രീതിയിൽ കൃത്യമായി സജ്ജീകരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ കാഴ്ചകളും മനോഹരമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രവും അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് പുഴയും അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് സഞ്ചാരികളാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്കറിയാം, ഇവിടെ ഇപ്പം നല്ല ആളുകൾ നേരെ ദർശനം മുത്തപ്പ ക്ഷേത്രത്തിൽ വന്നു. അവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൻ്റെ പോകാൻ വേണ്ടി ആളുകൾ വരുന്നു. പുഴയിലാണ് ഇങ്ങനെയുള്ള സംഭവം നമ്മൾ തോന്നൂല. അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമുക്ക് എവിടെ വേണമെങ്കിലും റെസ്റ്റോറൻറ്റും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, ഇവിടെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അതൊരിക്കലും പുഴയെയും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെയും ദോഷം ചെയ്യാത്ത രീതിയിൽ, വലിച്ചെറിയാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെയാണ് ഇവിടെ കൊണ്ടുവന്നത്. വ്യത്യസ്തമായിട്ടുള്ള രുചി വൈവിധ്യങ്ങളാണ് നമ്മുടെ ടേബിളിന് മുമ്പിലുള്ളത്. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ആംബിയൻസും കൂടി അടിപൊളിയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ മനസ്സും നിറയും വയറും നിറയും എന്ന് പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാത്ര സംബന്ധിച്ചും അതുപോലെ തന്നെ ഭക്ഷണം തേടിപ്പോകുന്ന യാത്രകളുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണപ്രിയരായ ഒരുപാട് മനുഷ്യരുണ്ട്, അവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. കുറേ ആൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്നുണ്ട്, ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിരിക്കുന്നുണ്ട്. കുറച്ചാൾ ഇങ്ങനെ ഓർഡർ പ്രൈസ് ഒക്കെ കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? സൂപ്പർ. ഭക്ഷണമാണോ നല്ലതല്ല ഇവിടുത്തെ വ്യൂ ആണോ നല്ലത്? എന്താണ്? രണ്ടും അടിപൊളിയാണല്ലേ? എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഓക്കെ, എങ്ങനെ? സൂപ്പർ ആയിരുന്നു. അപ്പോൾ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഭക്ഷണം നിങ്ങൾ നല്ലോണം രുചിക്കുക. ഇപ്പോൾ കണ്ണൂർ വന്നതിൽ സന്തോഷം. റെസ്റ്റോറന്റിലെ ആംബിയൻസ് എങ്ങനെയുണ്ട്? ആംബിയൻസ് അടിപൊളിയാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആംബിയൻസ് ഉണ്ടാവും അല്ലേ? വന്ന ടൈം തന്നെ നല്ല മഴ കിട്ടി. മഴ, കട്ടൻ ചായ, പുഴ അല്ലേ? ജോൺസൺ മാഷ് ഇങ്ങനെ എന്താ പറയല്ലേ? വൈകുന്നേര സമയത്തേക്ക് ഭയങ്കര ആളുകളായിരിക്കും. ഉച്ച സമയത്ത് ഇത്ര ആളെ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മുടെ കേരള ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഈ ഉത്തര മലബാറിലെ മുഴുവൻ പുഴകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബോട്ട് ജെട്ടികൾ,
അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അതാത് നാടുകളിലുള്ള അതാത് കേന്ദ്രങ്ങളിലുള്ള വെറൈറ്റി സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പുഴക്കകത്ത് ഇങ്ങനെയൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പിന് കീഴിലാണ് ഈ ഒരു സംവിധാനം ഉള്ളത്. ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്ത് ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സർവീസായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വരാത്തവർ എന്തായാലും ഇവിടെ വരിക. ഹൗസ് ബോട്ട് ഉണ്ട് ഇവിടെ, മഴയെ ആസ്വദിക്കാം. പ്രത്യേകിച്ചിട്ട് ജൂൺ ജൂലൈ ആഗസ്റ്റ് സമയങ്ങളിലാണ് ഭയങ്കരമായിട്ടുള്ള വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കേരള ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ടാഗ് ലൈൻ പോലും ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വർഷത്തെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 60 ലക്ഷത്തോളം ആളുകളാണ് കേരള ടൂറിസത്തിൻ്റെ പേജ് സന്ദർശിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു കണക്ക് പ്രകാരം കേരളത്തിൻ്റെ ടൂറിസം പേജ് ഒന്നാമതെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആഗോള ടൂറിസത്തിൻ്റെ പേജ് നോക്കുമ്പോൾ പോലും 2ാം സ്ഥാനത്തൊക്കെയാണ് കേരളത്തിൻ്റെ ടൂറിസം പേജിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡെസ്റ്റിനേഷൻ ആളുകളിലേക്ക് പോകുമ്പോൾ വിദേശത്തു നിന്നും മറ്റൊക്കെ വരുന്നവർ സ്വാഭാവികമായിട്ടും നമുക്ക് എവിടെ കാണാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി നോക്കുമ്പോൾ കേരള ടൂറിസത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും കൃത്യമായിട്ട് തിരയുന്നു. ഗൂഗിളിൽ അത് തിരയുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് വളരണം. നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലെ വൈകുന്നേരത്തെ കാഴ്ചകൾ, ഉച്ചക്കത്തെ കാഴ്ചകൾ, ഇത് രാത്രിക്കത്തെ കാഴ്ച കേട്ടോ. നല്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചമാണ് നമ്മൾ കാണുന്നത്. നിരന്നു നിൽക്കുകയാണ് ഏകദേശം 1.5 കിലോമീറ്ററോളം 2 ഭാഗത്തും സുന്ദരമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ്. അതിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വൈബ്, അത് ശബ്ദം, തിരമാലയുടെ ശബ്ദം, അതും ആസ്വദിച്ച് നമുക്ക് നടക്കാൻ പറ്റും. ഓരോ നിമിഷവും കാഴ്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതുമയുള്ള കാഴ്ചകൾ, പുതുമയുള്ള ദൃശ്യവിസ്മയങ്ങൾ, മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗികൾ, സുന്ദരമായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകൾ, അങ്ങനെ ഒരുപാട് കഥകളും അതുപോലെ കാഴ്ചകളും നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത്. നമുക്ക് മറ്റൊരു മനോഹരമായിട്ടുള്ള നവകേരളം എപ്പിസോഡുമായി വരുന്നതുവരെ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.